മാമിയുടെ തിരോധാനം, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് DGPക്ക് വലിയ അതൃപ്തിയുണ്ട് എന്ന പുതിയ വാർത്തയാണ് അനന്തകൃഷ്ണൻ ഉത്രാട ദിനത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. DGP വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ ADGP വഴിയാണ് ഉദ്യോഗസ്ഥർ അയക്കുന്നത്. മലപ്പുറം മുൻ SP ശശിധരനും കോഴിക്കോട്ട് കമ്മീഷണറുമാണ് DGPയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ആരോപണ വിധേയനായ ADGP വഴി തന്നെ റിപ്പോർട്ട് അയച്ചിരിക്കുന്നത്. അതിൽ DGPക്ക് വലിയ അതൃപ്തിയാണ്. വിശദീകരണം തേടാൻ DGP നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അനന്തകൃഷ്ണൻ, അനന്തൻ ഇതടക്കം വിവരങ്ങൾ. രതീഷ്, കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ മുഹമ്മദ് അട്ടൂർ എന്ന മാമിയുടെ തിരോധാനം സംബന്ധിച്ച് ADGP MR അജിത് കുമാറിനും പങ്കുണ്ടെന്ന് PV അൻവർ MLA ആണ് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ DGP ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതായത് ആ സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മലപ്പുറം SP-യുടെ കീഴിലുള്ള സ്ക്വാഡിനും ഒപ്പം തന്നെ കോഴിക്കോട് കമ്മീഷണറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ തിരോധാനം സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഫയലുകൾ, അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ ADGP MR അജിത് കുമാർ മുഖേന DGPക്ക് അയക്കരുത് എന്നൊരു നിർദ്ദേശമാണ് പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് നൽകിയത്. എന്നാൽ ഇത് അവഗണിച്ചുകൊണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണനും അന്നത്തെ മലപ്പുറം SP ആയിരുന്ന S ശശിധരനും റിപ്പോർട്ടുകൾ ADGP MR അജിത് കുമാർ വഴി തന്നെ അയച്ചുകൊണ്ടിരുന്നു. ഇതാണ് DGPക്ക് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയത്. DGP ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരോടും, അതായത് മുൻ മലപ്പുറം SP ആയ S ശശിധരനോടും കോഴിക്കോട് കമ്മീഷണറായ T നാരായണനോടും ഇത് സംബന്ധിച്ച് വിശദീകരണം തേടാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ DGPയുടെ നിർദ്ദേശമുണ്ടായിട്ടും ആരോപണ വിധേയനായി നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ വഴി തന്നെ ഈ ഫയലുകൾ അയച്ചത് എന്നുള്ള കാര്യത്തിൽ ദുരൂഹതയുണ്ട്, അവ്യക്തതയുണ്ട്. അപ്പോൾ കൃത്യമായി DGP ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ പറഞ്ഞതാണ്, ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ ADGP MR അജിത് കുമാർ വഴി അയക്കരുത്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ആ ഫയലുകൾ വിടരുത് എന്നുള്ളത്. എന്നാൽ അത് ഈ രണ്ട് ഉദ്യോഗസ്ഥരും അവഗണിച്ചു. ആ നിർദ്ദേശം അവഗണിക്കുകയാണ് ചെയ്തത്. അതിനുശേഷവും ഒന്നിലേറെ തവണ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ ADGP MR അജിത് കുമാറിൻ്റെ ഓഫീസിലേക്ക് അയച്ചു നൽകി. ഇതോടെയാണ് DGP ഇതിൽ ഇടപെട്ടത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. അതിന് മുൻപുള്ള നടപടിക്രമങ്ങളിലാണ് വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും DGP കടുത്ത അതൃപ്തിയിലാണ്. ഈ ഫയലുകൾ അയച്ച നടപടിയിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടാൻ DGP ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെയാണ് ഭരണകക്ഷത്തെ MLA-യുടെ ഭാഗത്തുനിന്ന് അത്യന്തം ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അതിലൊന്നാണ് മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അങ്ങനെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ വഴി തന്നെ റിപ്പോർട്ട് വരുന്നു എന്ന കൗതുകമാണ്, അതിലെ വലിയ ദേഷ്യമാണ് DGP പ്രകടമാക്കുന്നത്.